ഓക്കെ, നമുക്ക് ഓപ്ഷൻ്റെ ക്ലാസ്സിലേക്ക് വരാം. ഓപ്ഷൻ ട്രേഡിങ് ഓൾറെഡി ചെയ്യുന്നവരും ചെയ്യാത്തവരും ഉണ്ടാകും. ചെയ്തവർക്കാണെങ്കിൽ അറിയാൻ പറ്റും എന്തൊക്കെയാണ് അതിൻ്റെ പ്രൊസീജിയർ എന്ന് അറിയാൻ പറ്റും. ഓപ്ഷൻ നിങ്ങൾ ആക്ടിവേറ്റ് ചെയ്യണം. നിങ്ങളുടെ ആക്ടിവേറ്റ് ചെയ്യാൻ അറിയത്തില്ല എന്നുണ്ടെങ്കിൽ ആക്ടിവേറ്റ് ചെയ്യാനുള്ള വീഡിയോസൊക്കെ യൂട്യൂബിൽ അവൈലബിൾ ആണ്. ഓപ്ഷൻ ആക്ടിവേറ്റ് ചെയ്യാം. ആക്ടിവേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെയൊരു ഇതിപ്പം നമ്മളുടെ വെബ്സൈറ്റ് വ്യൂ ആണ്. നമുക്ക് ക്രോമിൽ നമ്മൾ എന്താണ് നമ്മളുടെ ആപ്പ് സ്റ്റോർ പ്രോ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് വരുന്നത് ആ ഒരു വ്യൂ ആണ്. നിങ്ങളുടെ മൊബൈൽ ഫോണിലും ഏകദേശം ഇതേ വ്യൂ തന്നെയായിരിക്കും നിങ്ങൾക്ക് കിട്ടുക. നമുക്കിപ്പോൾ ബാങ്ക് നിഫ്റ്റിയുടെ ഒരു ഓപ്ഷൻ നോക്കാം. ബാങ്ക് നിഫ്റ്റി ഇവിടെ ഇവിടെ നമ്മൾ ബാങ്ക് നിഫ്റ്റിയുടെ ഗ്രാഫ് എടുത്തു കഴിഞ്ഞാൽ ഓക്കെ, ഇവിടെ നിങ്ങൾക്ക് ചാർട്ട് എടുക്കാനായിട്ടുള്ള ഓപ്ഷൻ ഉണ്ടാകും. ഇതുപോലെ ബാങ്ക് നിഫ്റ്റിയുടെ ഈ ലെഫ്റ്റ് സൈഡിൽ ഇതുപോലെ ഇൻഡെക്സുകൾ വരും. ഇൻഡെക്സുകൾ വരുമ്പോഴത്തേക്ക് നിങ്ങൾ എന്ത് ചെയ്യുക, ഇപ്പോൾ ബാങ്ക് നിഫ്റ്റിയാണ് നിങ്ങൾ സെലക്ട് ചെയ്യുന്നതെങ്കിൽ ബാങ്ക് നിഫ്റ്റി ഗ്രാഫ് അവിടെ വന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു ഡോട്ട്സിൽ ക്ലിക്ക് ചെയ്യുക, ദെൻ ഗ്രാഫ് എടുക്കുക. ഓക്കെ, നമുക്ക് ഈ ഗ്രാഫ് നമുക്ക് കിട്ടും. നിങ്ങൾ മൊബൈൽ ഫോണിൽ ഇത്രയും പ്രൊസീജിയറൊന്നുമില്ല, പെട്ടെന്ന് തന്നെ ബാങ്ക് നിഫ്റ്റി ക്ലിക്ക് ചെയ്ത് നമുക്ക് ഗ്രാഫ് ഓട്ടോമാറ്റിക്കലി വന്നോളൂ. ഇതാണ് നമുക്ക് കിട്ടുന്ന നമ്മളുടെ ഗ്രാഫ് എന്ന് പറയുന്നത്. ഓക്കെ, ഇത് നമ്മുടെ ബോൾ ലൈൻ സ്ട്രാറ്റജി. ഓൾറെഡി ഞാൻ ബോൾ ലൈൻ സ്ട്രാറ്റജി, ഹൗ ടു യൂസ് ബോൾ ലൈൻ സ്ട്രാറ്റജി എന്ന വീഡിയോ ഇട്ടിട്ടുണ്ട്. അത് കാണാത്തവർ അതും കൂടെ കാണുക. ദെൻ ഇത് സ്ട്രാറ്റജി നമ്മളിങ്ങനെ യൂസ് ചെയ്യുക. ബോൾ ലൈൻ എന്ന് പറയുന്ന ഒരു അപ്പർ ബോൾ ലൈനും ഒരു ലോവർ ബോൾ ലൈനും നമുക്ക് ഉണ്ടാകും. ഇതിൽ ഈ അപ്പർ ബോൾ ലൈൻസ് എപ്പോഴും റിജക്ഷൻ ഏരിയാസ് ആണ് എന്നാണ് നമ്മുടെ ബോൾ ലൈൻ സ്ട്രാറ്റജി പറയുന്നത്. ഓക്കെ, അതായത് ഈ അപ്പർ ബോൾ ലൈനിൽ വരുമ്പോൾ ഒരു റിജക്ഷൻ സംഭവിക്കുകയും ലോവർ ബോൾ ലൈനിൽ വരുമ്പോൾ വീണ്ടും ഒരു റിജക്ഷൻ സംഭവിക്കുക. അതായത് ആ ബോൾ ലൈൻ അപ്പുറത്തേക്ക് ഒരു ഏരിയ ഇല്ല എന്നുള്ളതാണ് ബോൾ ലൈൻ സ്ട്രാറ്റജി പറയുന്നത്. ഓക്കെ, ഇപ്പോൾ ഈ താഴത്തെ ബോൾ ലൈനിൽ ടച്ച് ചെയ്തെങ്കിൽ പിന്നെ അതിൽ നിന്ന് താഴത്തേക്ക് പോകാനുള്ള സാധ്യതകൾ വളരെ കുറവാണ്. അങ്ങനെ പോയി കഴിഞ്ഞാലും അതിനും ഒരു ലെവലുണ്ട്, ആ ലെവൽ വരെ അത് പോകത്തുള്ളൂ. സാധാരണ രീതിയിൽ നോർമൽ കേസ് 90% ബോൾ ലൈൻ ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ അവിടുന്ന് റിജക്ട് ചെയ്ത് മുകളിലേക്ക് പോകാനാണ് സാധ്യത. അതുപോലെ തന്നെ മുകളിലത്തെ ബോൾ ലൈൻ ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ അവിടുന്ന് റിജക്ട് ചെയ്ത് താഴേക്ക് പോകാനാണ് സാധ്യത. ഇത് നമ്മുടെ തൊട്ട് കഴിഞ്ഞ ദിവസത്തെ നമ്മളുടെ ഗ്രാഫാണ്. അപ്പോൾ അത് നമ്മൾ ഉറപ്പിക്കണമെങ്കിൽ നമുക്ക് സ്ട്രൈക്കുകളുടെ ഗ്രാഫ് കൂടി വേണം. ഓക്കെ, അപ്പോൾ ഇവിടെ നോക്കിക്കോളുക. ഇവിടെ നിന്നാണ് ഇന്നലത്തെ മാർക്കറ്റ് സ്റ്റാർട്ട് ചെയ്ത് അത് അതിൻ്റെ ബോൾ ലൈൻ ടച്ച് ചെയ്തു. കണ്ടോ, ആദ്യമേ തന്നെ പോയത് 15 മിനിറ്റ്സ് ക്യാൻഡിലാണ്. നോക്കുക, ഇവിടെ നമ്മൾ അതിൻ്റെ ഇത് സ്റ്റാർട്ടിങ് പോയിന്റ് ആണ്. കഴിഞ്ഞ ദിവസം ഇത് സ്റ്റാർട്ട് ചെയ്യുകയും ദെൻ അതിൽ നിന്ന് താഴത്തേക്ക് വന്ന് ബോൾ ലൈൻ ടച്ച് ചെയ്ത് ചെറുതായിട്ടൊന്ന് താഴത്തേക്ക് മൂവ് ചെയ്തിട്ടുണ്ട്, എങ്കിലും അത് ബോൾ ലൈൻ ടച്ച് ചെയ്യുന്നു. അപ്പോൾ നിങ്ങളൊരു സി പൊസിഷനാണ് എടുക്കുന്നതെങ്കിൽ അത് കറക്റ്റ് പൊസിഷനാണ്. കാരണം ഇവിടെ ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ മുകളിലേക്ക് നല്ലതാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും, സി എടുക്കണം. ദെൻ മുകളിലത്തെ അപ്പർ ബോൾ ലൈനാണ് ടച്ച് ചെയ്യണമെങ്കിൽ നിങ്ങൾ പി എടുക്കണം. അതാണ് ബോൾ ലൈൻ സ്ട്രാറ്റജി പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ സി ആണ് കൊടുക്കേണ്ടത്. സി എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മാർക്കറ്റ് റൺ ചെയ്ത് മുകളിലേക്ക് പോയി. ഇവിടെ ഇത്രയും തന്നെ എത്തുമ്പോൾ നമുക്ക് സാധാരണ നമ്മൾ സ്വിംഗ് ട്രേഡാണ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് ഇവിടം വരെയൊക്കെ എത്തുമ്പോഴത്തേക്കും വലിയ പ്രോഫിറ്റ് ട്രേഡൊന്നും നമുക്ക് കാണത്തില്ല. പക്ഷേ അത് ഓപ്ഷൻ ആണെങ്കിൽ ഈ ഒരു ഒറ്റ ക്യാൻഡിൽ തന്നെ നമുക്ക് അതും ആദ്യത്തെ 15 മിനിറ്റ്സിൻ്റെ ക്യാൻഡിലാണെങ്കിൽ നല്ല പ്രോഫിറ്റ് റേഞ്ചാണ് വരുന്നത്. ഒറ്റയടിക്ക് കയറിപ്പോകും. അതുപോലെ തന്നെയാണ് അവസാനത്തെ 15 മിനിറ്റ്സ്. 15 അല്ല, അവസാനത്തെ ഒരു 30-45 മിനിറ്റ്സ് എന്ന് പറയുന്നത് വളരെ പ്രിയപ്പെട്ട മിനിറ്റ്സുകളാണ്. അത് നല്ല റേഞ്ച് ഓഫ് പ്രോഫിറ്റ് തരുന്ന മിനിറ്റ്സാണ്. അപ്പോൾ അതും കൂടെ നോക്കിക്കോളണം. ഓക്കെ, അപ്പോൾ ബോൾ ലൈൻ സ്ട്രാറ്റജി ഇത്രയേ ഉള്ളൂ. താഴത്തെ ബോൾ ലൈൻ ടച്ച് ചെയ്താൽ മുകളിലേക്ക് ഒരു അപ്പർ ട്രെൻഡും മുകളിലത്തെ ബോൾ ലൈൻ ടച്ച് ചെയ്താൽ താഴേക്ക് ഒരു ഡൗൺ ട്രെൻഡുമാണ് ഉണ്ടാകുക എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ ഇൻഡെക്സുകൾ, അതായത് പെയ്ഡ് അല്ലാത്ത ഗ്രൂപ്പുകളിൽ നമ്മൾ ഇൻഡെക്സിൻ്റെ ഗ്രാഫ് ഫ്രീ ആയിട്ട് കൊടുക്കും. അപ്പോൾ ഇൻഡെക്സുകളിലെ ഗ്രാഫിലാണ് എങ്കിൽ ഇതാണ് നമ്മുടെ ഫോർമാറ്റ്. പിന്നെ നമ്മളുടെ നിഫ്റ്റിയുടെയും ബാങ്ക് നിഫ്റ്റിയുടെയും ക്രോസ് ചെയ്താലുള്ള ലെവൽസും കൂടെ കൊടുക്കും. അതായത് ഇവിടുന്ന് താഴത്തെ ബോൾ ലൈൻ ക്രോസ് ചെയ്യുന്നു വിചാരിക്കും. ക്രോസ് ചെയ്താൽ ഇതായിരിക്കും ഇതിൻ്റെ അവസാനത്തെ പോയിന്റ്. അപ്പോൾ ഈ ഒരു പോയിന്റിൽ അത് വന്ന് റിജക്ട് ചെയ്ത് മുകളിലേക്ക് കയറാം. അതുപോലെ തന്നെ മുകളിലും ഉണ്ടാവും. മുകളിലത്തെ അപ്പർ ബോൾ ലൈൻ ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ മാക്സിമം റേഞ്ച് കൊടുത്തിട്ടുണ്ടാവും. അതും ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ കയ്യിലെല്ലാ മാർക്കറ്റ് എന്നുള്ളതാണ്. അതിന് അപ്പുറത്തേക്ക് മാർക്കറ്റ് ഒരു വൺ ഡയറക്ഷണൽ മൂവ്മെന്റ് കാണിക്കും എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ അതൊക്കെ നമ്മുടെ പോയിന്റ്സ് ആണ്. അതൊക്കെ വെച്ച് നമ്മുടെ ട്രേഡുകളിൽ നിന്ന് എക്സിറ്റ് ചെയ്യേണ്ട പോയിന്റ്സ് ആണ് ഈ പറയുന്ന പോയിന്റ്സ് എല്ലാം. അപ്പോൾ ഇവിടുന്ന് താഴത്തെ ബോൾ ലൈൻ ടച്ച് ചെയ്യുന്നു, മുകളിലേക്ക് പോകുന്നു. ഇടയ്ക്ക് 2 ഡോട്ടർ ലൈൻസ് ഉണ്ട്. അതും നല്ലൊരു റിജക്ഷൻ ആൻഡ് റെസിസ്റ്റൻസ് ഏരിയാസ് ആണ് ആ 2 ഡോട്ടർ ലൈൻസ് തരുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെയും മുകളിലേക്ക് പോയിട്ടുണ്ട്. ഈ ഡോട്ടർ ലൈനെ ടച്ച് ചെയ്ത് വീണ്ടും ഒരു അപ് ട്രെൻഡ് കൊടുക്കുന്നുണ്ട്. കണ്ടത് അത് നല്ലൊരു റിജക്ഷൻ ഏരിയയാണ് പറയുന്ന ഡോട്ടർ ലൈൻസ്. പിന്നെ മുകളിലത്തെ ഡോട്ടർ ലൈനെ ടച്ച് ചെയ്ത് വീണ്ടും റിജക്ട് ചെയ്യുന്നുണ്ട്. അവിടെ കുറച്ച് നേരം കൺസോളിഡേറ്റ് ചെയ്തതിന് ശേഷം വീണ്ടും നമ്മളുടെ അപ്പർ ബോർഡ് ലൈൻ വന്നിട്ടുണ്ട്. അപ്പോൾ അതിനുശേഷം പിന്നെ ഒരു റേഞ്ച് ഇല്ല എന്നുള്ളതാണ്, 90% റേഞ്ച് ഇല്ല എന്നുള്ളതാണ്.
സോ അവിടുന്ന് ടച്ച് ചെയ്ത് വീണ്ടും റിജക്ട് ചെയ്ത് താഴത്തേക്ക് പോകുന്നുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ബോൾ ലൈൻ സ്ട്രാറ്റജി. ബോൾ ലൈൻ സ്ട്രാറ്റജി പ്രകാരം ഇൻഡെക്സുകളിൽ ബാങ്ക് നിഫ്റ്റിയുടെ ഇൻഡെക്സുകളിൽ അതിൻ്റെ മൊത്തം 6 ലൈൻസ് ആയിരിക്കും ഉണ്ടാകുക. 2 ബോൾ ലൈൻസ് ഉണ്ടാകും, അതായത് അപ്പർ ബോൾ ലൈൻ, ഒരു ലോവർ ബോൾ ലൈൻ. ഇത് രണ്ടും അതിൻ്റെ മാക്സിമം റേഞ്ചുകളാണ്. അതായത് താഴത്തെ ബോൾ ലൈൻ ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ മുകളിലത്തെ ബോൾ ലൈൻ വരെ പോകാനും അവിടുന്ന് തിരിച്ച് റിജക്ഷൻ സംഭവിക്കാനും സാധ്യതകളുണ്ട് എന്നുള്ളതാണ്. അതിനപ്പുറത്തേക്ക് സാധാരണ മാർക്കറ്റ് പോവാറില്ല. നമ്മൾ ചില കേസിൽ നമ്മൾ 90% അങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്. ചില കേസുകളിലും ചില ദിവസങ്ങളിലും ഈ ബോൾ ലൈൻസിനെ ക്രോസ് ചെയ്യപ്പെടാറുണ്ട്. അത് നിഫ്റ്റി ചിലപ്പോൾ നിഫ്റ്റി ആയിരിക്കും ആദ്യം ബ്രേക്ക് ചെയ്യുക, അല്ലെങ്കിൽ ബാങ്ക് നിഫ്റ്റി ആയിരിക്കും. ഓക്കെ, ക്രോസ് ചെയ്താൽ അതിൻ്റെ അടുത്ത ലൈനാണ് ഈ ഡോട്ടർ ലൈൻസ് എന്ന് പറയുന്നത്. ഓക്കെ, ഒരു റെക്ടാങ്കിളിലുള്ള ഡോട്ടർ ലൈൻസ് എന്ന് പറയുന്നത് ഈ ഒരു അതിൻ്റെ ക്രോസിംഗ് ലൈൻസ് ആണ്. ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ വരുന്ന അപ് ട്രെൻഡ് ആണ് കൊടുത്തിരിക്കുന്നത്. അപ് ട്രെൻഡും ഡൗൺ ട്രെൻഡും ആണ് നമ്മൾ കൊടുത്തേക്കുന്നത്. ഓക്കെ, ഇത് പിന്നെ നടുക്ക് 2 ഡോട്ടർ ലൈൻസ് ഉണ്ടാകും. അത് വളരെ ആപ്റ്റായിട്ടുള്ള റെസിസ്റ്റൻസ് ആൻഡ് സപ്പോർട്ട് ലെവൽസിലാണ് ആ ഒരു ഡോട്ടർ ലൈൻസ് നൽകിയിട്ടുള്ളത്. അപ്പോൾ ഇത്രയും 6 ലൈൻസ് ആയിരിക്കും ഇൻഡെക്സുകളിൽ നിങ്ങൾക്ക് കിട്ടുക. ഓക്കെ, അപ്പോൾ ഇൻഡെക്സ് പ്രകാരം ഇവിടെ നമ്മൾ ഇന്നത്തെ ഇൻഡെക്സ് നോക്കുന്നു. ആദ്യം തന്നെ ആദ്യത്തെ 15 മിനിറ്റ്സിൽ തന്നെ ബാങ്ക് നിഫ്റ്റി അതിൻ്റെ ബോൾ ലൈൻ ടച്ച് ചെയ്യുന്നു. സോ ഇവിടുന്ന് ഒരു റിജക്ഷൻ ആണ് നമ്മൾ പ്രതീക്ഷിക്കേണ്ടത്. അപ്പോൾ ഇവിടുന്ന് നിങ്ങൾക്ക് ഒരു സി ട്രെൻഡ് എടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഗ്രാഫ് ഈ ഒരു അൺപെയ്ഡ് ഗ്രൂപ്പിലാണെങ്കിൽ ഈ ഒരു ഗ്രാഫ് ഫ്രീ ആണ്, നമുക്ക് ബാങ്ക് നിഫ്റ്റിയുടെ ഗ്രാഫ് ഫ്രീ ആയിട്ട് കിട്ടും. പക്ഷേ ഈ ഒരു കാര്യം കൊണ്ട് മാത്രം ഇവിടുന്ന് ഒരു അപ് ട്രെൻഡ് ആണ്, ഒരു സി ട്രെൻഡ് ആണ് സംഭവിക്കാൻ പോകുന്നതെന്ന് നമുക്ക് ഉറപ്പിക്കാനായിട്ട് പറ്റില്ല. ഓപ്ഷൻ്റെ പ്രത്യേകതകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ബൾക്ക് മൂവ്മെൻ്റ് ആണ്. അതായത് ക്യാഷും ഒരു ബൾക്കായിട്ട് വരികയും അതുപോലെ തന്നെ ക്യാഷ് ബൾക്കായിട്ട് പോവുകയും ചെയ്യുന്ന ഒരു ട്രേഡിംഗ് ആണ് ഓപ്ഷൻ ട്രേഡിംഗ് എന്ന് പറഞ്ഞാൽ. ഇക്വിറ്റി ഒന്നും അങ്ങനെയല്ല. ഇക്വിറ്റിയിൽ നമുക്ക് ലോസ് സംഭവിച്ചാലും ഏതെങ്കിലും കാലത്ത് അത് തിരിച്ചു വരുമെന്ന് കരുതി നമുക്ക് അതിനെ പ്രൊട്ടക്ട് ചെയ്ത് നിർത്താനായിട്ട് പറ്റും. പക്ഷെ ഒരിക്കലും ഓപ്ഷനിൽ അങ്ങനെയല്ല. ഓപ്ഷൻ പോയാൽ പോയതാണ്, വന്നാൽ വന്നതുമാണ്. അപ്പോൾ അവിടെ വെച്ച് വന്നു കഴിഞ്ഞാൽ അതോടൊപ്പം കട്ട് ചെയ്ത് ഇറങ്ങുക, അതിൻ്റെ ഒരു റേഞ്ച് പിടിച്ച് അതിനെ ഇറക്കുക എന്നുള്ളത് നമ്മളുടെ വളരെ വ്യക്തമായ നമ്മുടെ ഒരു കഴിവാണ്. ആ ഒരു കഴിവ് നമ്മൾ യൂട്ടിലൈസ് ചെയ്യണം. അതിനൊക്കെ ട്രേഡിംഗ് സൈക്കോളജി കൂടി നിങ്ങൾ പ്രത്യേകം എടുത്ത് പഠിക്കേണ്ടതുണ്ട് കേട്ടോ. നമ്മൾ ഒരു മിനിറ്റിൽ നിങ്ങൾക്ക് സ്വിംഗ് ട്രേഡ് ചെയ്താൽ 1 രൂപയാണ് കിട്ടുന്നതെങ്കിൽ ആ 1 മിനിറ്റിൽ നിങ്ങൾ ഓപ്ഷനാണ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് കിട്ടുന്നത് 1000 രൂപയായിരിക്കും. സോ അത്രയും ബൾക്ക് ഡിഫറൻസ് സ്വിംഗ് ട്രേഡും ഓപ്ഷൻ ട്രേഡും തമ്മിൽ ഉണ്ട്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഇവിടുന്ന് മാർക്കറ്റ് മുകളിലേക്ക് പോകുന്നു എന്നുള്ള മനസ്സിലാക്കിയെങ്കിൽ നിങ്ങൾ ഏത് ട്രേഡിലേക്ക് എൻ്റർ ചെയ്യും? അപ് ട്രേഡ് ആണ്. സോ അതിന് നിങ്ങൾ സി ട്രേഡ് എന്നാണ് പറയുക. അതിനിവിടെ ഓപ്ഷൻ ഉണ്ട്, നോക്കിക്കോളാം. ഇവിടെ ബാങ്ക് നിഫ്റ്റിയുടെ ഇതെടുക്കുമ്പോൾ നമുക്കിവിടെ ഓപ്ഷൻ ചെയിൻ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഇവിടെ കാണാം കേട്ടോ. ഇതാണ് ഓപ്ഷൻ ചെയിൻ. ഈ ഓപ്ഷൻ ചെയിനിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. ഓപ്ഷൻ ചെയിനിൽ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്കും നിങ്ങൾക്ക് ഇവിടെ കിട്ടുന്നതാണ് ഓപ്ഷൻ്റെ ഗ്രാഫാണ്. ഗ്രാഫല്ല, പല ടൈപ്പ് ഓഫ് ഓപ്ഷൻസ് നിങ്ങൾക്ക് ഇവിടെ അവൈലബിൾ ആണ്. ഇന്നലെ മാർക്കറ്റ് ക്ലോസ് ചെയ്ത ഉള്ള പ്രൈസാണ് ഈ കാണിച്ചിരിക്കുന്നത്, സ്പോട്ട് പ്രൈസ് എന്ന് പറയുന്നത്. ഇതിൻ്റെ മുകളിലേക്കുള്ളത് അതിൻ്റെ സ്പോട്ട് പ്രൈസിന് മുകളിലേക്കുള്ളത്, താഴേക്ക് അതിൻ്റെ ലോവർ പ്രൈസുകളുമാണ്. അതിൻ്റെ ഈ ലെഫ്റ്റ് സൈഡിൽ കാണുന്നത് സി ട്രേഡിനുള്ളത്. അതായത് മാർക്കറ്റ് അപ്പിലേക്കാണ് പോകുന്നത്, മുകളിലേക്കാണ് പോകാൻ പോകണമെന്നാണ് നിങ്ങൾ വിചാരിക്കുന്നതെങ്കിൽ നിങ്ങൾ ഈ സൈഡ് ലെഫ്റ്റ് സൈഡ് സെലക്ട് ചെയ്യണം. ദെൻ മാർക്കറ്റ് താഴേക്കാണ് പോകാൻ പോകുന്നതെന്നാണ് നിങ്ങൾ മനസ്സിലാക്കുന്നതെങ്കിൽ നിങ്ങൾ ഈ ഒരു റൈറ്റ് സൈഡാണ് സെലക്ട് ചെയ്യേണ്ടത്. ഓക്കെ, നിങ്ങളുടെ കയ്യിലുള്ള പണത്തിനനുസരിച്ച് നിങ്ങൾക്ക് ഇത് സെലക്ട് ചെയ്യാവുന്നതാണ്. ഒരുപാട് ഓപ്ഷൻ ലൈൻസ് നമുക്ക് ഇവിടെ അവൈലബിൾ ആണ്. ഇതിൽ ഇപ്പോൾ ബാങ്ക് നിഫ്റ്റി ആണെങ്കിൽ നോക്കിക്കേ, ഈ ഒരു ട്രേഡ് നോക്കൂ, ഇത് 375 രൂപ. നിങ്ങൾ ബാങ്ക് നിഫ്റ്റിയിൽ ഒരു സി ട്രേഡ് നിങ്ങൾ കൊടുക്കാൻ പോവാണ്. 375 രൂപയാണ് ഒരു ലോട്ടിൻ്റെ പ്രൈസ് എന്നാണ് ആ കാണിച്ചിരിക്കുന്നത്. ഒരു ലോട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 15 ക്വാണ്ടിറ്റിയാണ് ഉണ്ടാകുക. കണ്ടോ, നിങ്ങൾ ഇവിടുന്ന് ബൈ കൊടുക്കുക, അത് നിങ്ങൾ മേടിക്കുക. ഓപ്ഷൻ ബൈയിൽ ബൈ ആണ് കൊടുക്കേണ്ടത്. നിങ്ങൾ പുട്ട് ഓപ്ഷൻ ആണെങ്കിലും കോൾ ഓപ്ഷൻ ആണെങ്കിലും, അതായത് ഇവിടെയുള്ള മാർക്കറ്റ് ഈ സൈഡ് നിങ്ങൾ സെലക്ട് ചെയ്താലും ഈ സൈഡ് സെലക്ട് ചെയ്താലും ബൈ ആണ് കൊടുക്കേണ്ടത്. സെല്ലിലേക്ക് കയറി ക്ലിക്ക് ചെയ്യില്ല, അത് ഓപ്ഷൻ സെല്ലിംഗ് ആണ്, വലിയ എമൗണ്ട് വേണ്ടി വരും. അതല്ല ചെയ്യേണ്ടത്, ഓപ്ഷൻ ബൈയിങ്ങിലാണ്, ബിയിലാണ് സെലക്ട് ചെയ്യേണ്ടത്. രണ്ടിലാണെങ്കിലും ബി ആണ് സെലക്ട് ചെയ്യാം. അപ്പോൾ നിങ്ങളിവിടെ ബി കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾക്ക് വാങ്ങാനുള്ള ക്വാണ്ടിറ്റി കാണിക്കേണ്ട 15 ക്വാണ്ടിറ്റിയാണ്. ബാങ്ക് നിഫ്റ്റിയുടെ ഒരു ലോട്ടിന് ഉള്ള ക്വാണ്ടിറ്റി എന്ന് പറയുന്നത് 15 ആണ്. സോ നിങ്ങൾക്ക് ഇവിടെ എന്ത് ചെയ്യാം, ഒരു ബൈ ട്രെൻഡ് 15 എന്ന് കൊടുത്തിട്ട് ഒരു ബൈ ട്രെൻഡ് മേടിക്കണം. അത് നോക്കിക്കേ, 5625 രൂപ നിങ്ങൾക്ക് അവിടെ വേണം. അതായത് ഒരെണ്ണത്തിന്റെ പ്രൈസ് ആണ് ഈ കാണിച്ചിരിക്കുന്നത് 375 രൂപ. ഒരു ലോട്ടായിട്ട് നമുക്ക് മേടിക്കാൻ പറ്റുള്ളൂ, ഒരെണ്ണമായിട്ട് മേടിക്കാൻ പറ്റില്ല. നിങ്ങൾക്ക് സ്വിംഗ് ട്രേഡർക്ക് അങ്ങനെയല്ല, ഒരു നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഒരു ഇക്വിറ്റി മേടിക്കാനായിട്ട് ആ ഒരെണ്ണത്തിന് വില കൊടുത്താൽ മതി. പക്ഷേ ഇവിടെ അങ്ങനെയല്ല, ഒരു ലോട്ടിലാണ്. അപ്പോൾ 15 എണ്ണമായിട്ടേ മേടിക്കാൻ പറ്റുള്ളൂ ഒരു ലോട്ട്. അത് നിങ്ങൾ നിഫ്റ്റി ആണെങ്കിൽ 25 എണ്ണമായിട്ടാണ് മേടിക്കുക. ദെൻ സെൻസെക്സ് ആണെങ്കിൽ 10 എണ്ണമൊക്കെയാണ് ലോട്ട്. ഓരോന്നിനും ഓരോ ലോട്ട് സൈസുകളാണ്.
അപ്പോൾ ബാങ്ക് നിഫ്റ്റിയുടെ ലോട്ട് സൈസ് 15 ആയതുകൊണ്ട് തന്നെ 15 ഈ 375 രൂപയുടെ 15 എണ്ണം മേടിക്കണമെങ്കിൽ 5625 രൂപ നിങ്ങളുടെ ബാലൻസിൽ ഉണ്ടാവണം. നിങ്ങളുടെ അക്കൗണ്ടിൽ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് പർച്ചേസ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, എന്നിട്ട് ബൈ കൊടുക്കുക. നിങ്ങളിവിടെ എന്ത് ചെയ്യുക, ഇവിടെ ബൈ ഓപ്ഷൻ ഉണ്ടാവും. ഇപ്പോൾ മാർക്കറ്റ് ക്ലോസ് ചെയ്തിരിക്കുന്ന സമയമായതുകൊണ്ടാണ് അത് നിങ്ങൾക്ക് ബൈയിങ് ഓപ്ഷൻ ഉണ്ടാവും. ആ ബൈ ഓപ്ഷൻ നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റും, ഇവിടെ നിങ്ങൾക്ക് ബൈ ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ നിങ്ങളുടെ പൊസിഷനിലേക്ക് പോയി കഴിഞ്ഞാൽ പിന്നെ അതിനകത്ത് വരുന്ന പ്രോഫിറ്റ് ആൻഡ് ലോസ് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. അവിടെ തന്നെ നിങ്ങൾ ലിമിറ്റ് ഓർഡർ കൊടുക്കണം, മാർക്കറ്റിനെ ലിമിറ്റ് ചെയ്യണം. അപ്പോൾ തന്നെ നിങ്ങളുടെ പ്രോഫിറ്റ് എത്രയാണോ വേണ്ടത്, 10%, 20%, 100%, എത്രയാണോ നിങ്ങൾ പ്രോഫിറ്റ് ഫിക്സ് ചെയ്തിരിക്കുന്നത് അതും കൂടെ ലിമിറ്റിൽ വെക്കുക. പ്രോഫിറ്റ് ആകുമ്പോൾ തന്നെ ഓട്ടോമാറ്റിക്കലി എക്സിറ്റ് ആയിക്കോളും. അതല്ലാന്നുണ്ടെങ്കിൽ ഓപ്ഷൻ്റെ പ്രത്യേകത എന്ന് പറയുന്ന ഓപ്ഷൻ നല്ല രീതിയിൽ പ്രോഫിറ്റ് കാണിക്കും. അപ്പോഴത്തേക്ക് നമ്മൾ എക്സിറ്റ് ചെയ്യാതിരിക്കും. സോ നമ്മൾ നല്ല ലോസിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ ഒരുപാട് ക്യാഷ് കാണുമ്പോൾ കിട്ടട്ടെ എന്ന് പറഞ്ഞിരിക്കും. അതുപോലെ തന്നെ ക്യാഷ് താഴത്തേക്ക് പോരുകയും ചെയ്യും. അപ്പോൾ പോരുമ്പോഴത്തേക്കും നമ്മളെ സൈക്കോളജി നമ്മൾ സമ്മതിക്കില്ല, ഇത്രയും രൂപ ഞാൻ കണ്ടതാണ്, സോ അത്രയിലേക്ക് തിരിച്ചു വരട്ടെ, എന്നിട്ടെങ്കിലും ഞാൻ എക്സിറ്റ് ചെയ്യാന്ന് പറഞ്ഞിരിക്കും. സോ അതൊക്കെ നമ്മളെ കൂളാക്കുന്ന പ്രവർത്തികളാണ്. സോ അതിലേക്കൊന്നും പോകാതെ നമ്മളെ തന്നെ പ്രൊട്ടക്ട് ചെയ്യാനായിട്ട് നമ്മളുടെ ടാർഗറ്റ് കൊടുത്ത് തന്നെ ഇട്ടേക്കണം. ഓക്കെ, ടാർഗറ്റ് കൊടുത്തിട്ടാലേ നമുക്കതിന് എക്സിറ്റ് ആകാൻ പറ്റുള്ളൂ. അപ്പോൾ ഇതാണ് കോൾ ഓപ്ഷൻ. ഈ സൈഡ് കോൾ ഓപ്ഷൻ്റെ സൈഡാണ്. ഇപ്പോൾ മൊബൈലിലാണ് നമ്മൾ എടുക്കുന്നതെങ്കിൽ രണ്ട് ഇതുണ്ട്. അതായത് അപ്സ്റ്റോക്സ് ആണെങ്കിൽ അപ്സ്റ്റോക്സിന് ഒരു ഓൾഡ് പ്ലാറ്റ്ഫോമും ഉണ്ട്, ന്യൂ പ്ലാറ്റ്ഫോമും ഉണ്ട്. ന്യൂ പ്ലാറ്റ്ഫോമിൽ ഇങ്ങനെ തന്നെയായിരിക്കും, മൊബൈൽ വ്യൂ ഇങ്ങനെ തന്നെയാണ്. പക്ഷേ നിങ്ങൾ ഓൾഡ് വേർഷൻ ആണ് എടുക്കുന്നതെങ്കിൽ ആദ്യം വരുന്നത് കോൾ ഓപ്ഷൻ്റെ ഗ്രാഫുകൾ മാത്രമേ ഈ ഒരു സൈഡ് മാത്രമേ കാണിക്കുള്ളൂ. ഇവിടെ പുട്ട് ഓപ്ഷൻ ഒന്ന് മാറ്റി കൊടുത്താൽ മാത്രമേ ഈ ഒരു ഗ്രാഫ് പുട്ട് ഓപ്ഷൻ്റെ ഗ്രാഫ് കാണിക്കുള്ളൂ. അപ്പോൾ അത് മൊബൈലിൽ ചെയ്യുന്നവർ അങ്ങനെ ശ്രദ്ധിച്ചോളുക. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ഇത് നമുക്ക് ഇൻഡെക്സിന്റെ ഗ്രാഫ് മാത്രം നോക്കിക്കഴിഞ്ഞാൽ ഇൻഡെക്സിന്റെ ഗ്രാഫിൽ എന്താ കാണിച്ചിരിക്കുന്നത്, ഇൻഡെക്സിന്റെ ഗ്രാഫ് നോക്കുക. ആദ്യത്തെ 15 മിനിറ്റ്സിൽ എന്താ കാണിച്ചിരിക്കുന്നത്, ആദ്യത്തെ 15 മിനിറ്റ്സിൽ ഇതാ ഇവിടെ വന്ന് ബോൾ ലൈനെ ടച്ച് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇവിടെ വന്ന് ബോൾ ലൈൻ ടച്ച് ചെയ്യണം. അപ്പോൾ സി ട്രേഡാണ് കൊടുക്കേണ്ടത് നമ്മൾ മനസ്സിലാക്കുന്നു. സി ട്രേഡിലേക്ക് നമ്മൾ എൻട്രി ചെയ്യാനായിട്ട് പോകുന്നു. സോ എന്നാലും നമ്മൾ ശ്രദ്ധിക്കണം, ഇതിങ്ങനെ സി ട്രേഡ് കാണിക്കുന്നു എന്ന് കരുതി ഒരിക്കലും ഇത് സി തന്നെ ആവണമെന്നില്ല. കാരണം നമ്മൾ നമ്മുടെ സ്ട്രൈക്കിന്റെ ഗ്രാഫുകൾ കൂടെ നോക്കി കൺഫേം ചെയ്തതിന് ശേഷം അത് സി ആണെന്നുള്ളത് നമ്മൾ ഉറപ്പിക്കാനായിട്ട് പാടുള്ളൂ. ഓക്കെ, അതിന് വേണ്ടിയിട്ട് നമുക്ക് നമ്മൾ സ്ട്രാറ്റജി പ്രകാരം നമ്മൾ തരുന്നത് ഒരുപാട് ഇവിടെ സ്ട്രൈക്കുകൾ ഉണ്ട് അല്ലേ, ഒരുപാട് സ്ട്രൈക്കുകൾ അവൈലബിൾ ആണ്. നോക്കിക്കോളാം, ഇവിടെയൊക്കെ നമുക്ക് ഒരുപാട് സ്ട്രൈക്കുകൾ അവൈലബിൾ ആണ്. എല്ലാ സ്ട്രൈക്കുകളുടെയും ഗ്രാഫ് നമ്മൾ രാവിലെ ഇട്ടുതരാന്ന് പറയുന്നത് നടക്കില്ല. എല്ലാ സ്ട്രൈക്കുകളുടെയും ഗ്രാഫ് നമുക്ക് ആവശ്യമില്ല. നമുക്ക് വേണ്ടത് നമ്മുടെ സ്പോട്ട് പ്രൈസിന്റെ ഗ്രാഫുകൾ മാത്രം നോക്കുക. ഇതിപ്പോൾ ഇന്നത്തെ സ്പോട്ട് പ്രൈസ് ഇതാണെങ്കിൽ നാളെ ഞാൻ തരുന്ന ഗ്രാഫ് എന്ന് പറയുന്നത് ബാങ്ക് നിഫ്റ്റിയുടെ 51,300ന്റെ കോൾ ഓപ്ഷന്റെയും പുട്ട് ഓപ്ഷന്റെയും ആയിരിക്കും. അന്നത്തെ വീക്കെൻഡ് രണ്ട് ആയിട്ടാണ് നമ്മൾ സ്ട്രൈക്കിന്റെ ലെവൽസ് തരുന്നത്. ബാങ്ക് നിഫ്റ്റിയുടെ തന്നെ 4 ഗ്രാഫുകൾ തരും. അതായത് ഇന്നത്തെ വീക്കെൻഡ് ഗ്രാഫ് എന്ന് പറയുന്നത് 7 ഓഗസ്റ്റ് ആണ്. അപ്പോൾ 7 ഓഗസ്റ്റിന്റെ 2 ഗ്രാഫുകൾ പുട്ട് ഓപ്ഷനും കോൾ ഓപ്ഷന്റെ ഗ്രാഫുകൾ തരും. അതുപോലെ തന്നെ മന്ത് ഇവിടെ 28 ഓഗസ്റ്റ് ആണ് മന്ത് ഗ്രാഫ്. പക്ഷെ നമ്മൾ അതത്ര ലിക്വിഡിറ്റി ഇല്ലാത്ത ഒരു ഗ്രാഫാണെന്നുണ്ടെങ്കിൽ നമ്മൾ ചിലപ്പോൾ 14 ഓഗസ്റ്റ് തന്നെ ആയിരിക്കും മന്ത് ഗ്രാഫായിട്ട് തരാനായിട്ട് പോകുന്നത്. ആ മന്ത് 14 ഓഗസ്റ്റിന്റെ ഇതുപോലെ കോൾ ഓപ്ഷനും പുട്ട് ഓപ്ഷനും തരും. അങ്ങനെ 4 ഗ്രാഫുകൾ നിങ്ങൾക്ക് ബാങ്ക് നിഫ്റ്റിയുടെ ആയിട്ട് തന്നെ കിട്ടും. ആ 4 ഗ്രാഫുകൾ നോക്കിയിട്ട് വേണം കൺഫേം ചെയ്യാൻ. അല്ലാണ്ട് ഇൻഡെക്സിന്റെ ഗ്രാഫ് ആദ്യത്തെ 15 മിനിറ്റ്സിൽ ബോൾ ലൈൻ ടച്ച് ചെയ്തു എന്ന് കരുതി അത് അപ് ട്രെൻഡ് തന്നെയാണെന്ന് കരുതി സി ട്രേഡിലേക്ക് എൻട്രി ചെയ്യില്ല. നമ്മളുടെ എന്തുകൂടി നമ്മളോട് ഉറപ്പിക്കണം, നമ്മളുടെ സ്ട്രൈക്കുകളുടെ ഗ്രാഫ് കൂടി നമ്മളോട് പറയണം അത് സി ട്രെൻഡ് ആണ് എന്ന്. എന്നാൽ മാത്രമേ ആ സി ട്രേഡിലേക്ക് എൻട്രി ചെയ്യാനായിട്ട് പാടുള്ളൂ എന്നുള്ളതാണ്. സ്ട്രൈക്കുകളുടെ ഗ്രാഫുകൾ എന്ന് പറയുമ്പോഴത്തേക്കും ഇതുപോലെ ഇങ്ങനെ ആയിരിക്കില്ല തരുന്നത്. അതായത് നമ്മളിവിടെ ഇൻഡെക്സിന്റെ ഗ്രാഫ് എടുക്കുമ്പോൾ നമുക്ക് 6 ലൈൻസ് ആണ് കിട്ടുന്നത്. സ്ട്രൈക്കുകളുടെ ഗ്രാഫ് എടുക്കുമ്പോൾ 6 ലൈൻസ് ആയിരിക്കില്ല ഇവിടെ തരുന്നത്. സ്ട്രൈക്കുകളുടെ ഗ്രാഫ് ഫോർ എക്സാമ്പിൾ ഞാനിവിടെ പറഞ്ഞുതരാം. സ്ട്രൈക്കുകളുടെ ഗ്രാഫ് ഇവിടെ നമ്മൾ എടുക്കുകയാണ്. സ്ട്രൈക്കുകൾ ഗ്രാഫ് എടുക്കുമ്പോൾ ഈ നേരത്തെ നമ്മൾ ഇൻഡെക്സിൽ കണ്ട പോലെ തന്നെ 2 ബോൾ ലൈൻസ് ഉണ്ടാകും. ഓക്കെ, 2 ബോൾ ലൈൻസിന്റെ ഗ്രാഫ് ലൈൻസ് ഉണ്ടാകും. പക്ഷേ ഡോട്ടർ ലൈൻസ് ഉണ്ടാകില്ല. ഇടയ്ക്കുള്ള ഡോട്ടർ ലൈൻസ് ഇല്ല, ക്രോസിംഗ് ലൈൻസ് ആയിരിക്കും. മുകളിലേക്ക് 2 ക്രോസിംഗ് ലൈൻസ് ഉണ്ടാകും, താഴേക്കും 2 ക്രോസിംഗ് ലൈൻസ് ഉണ്ടാകും. ഇതാണ് ഗ്രാഫ്. നമ്മളുടെ സ്ട്രൈക്കുകളുടെ ഗ്രാഫ് കിട്ടുമ്പോൾ ഇങ്ങനെയായിരിക്കും ഉണ്ടാകുക. ഓക്കെ, ഫോർ എക്സാമ്പിൾ ആണ് കേട്ടോ ഇത് സ്ട്രൈക്കുകളുടെ ഗ്രാഫ് ഇങ്ങനെയായിരിക്കും ഇരിക്കുക. അപ്പോൾ നിങ്ങൾ ആദ്യത്തെ 15 മിനിറ്റ്സിൽ നമ്മളുടെ ഇൻഡെക്സിന്റെ ഗ്രാഫ് പ്രകാരം
ആദ്യത്തെ 15 മിനിറ്റ്സിൽ എന്താ സംഭവിച്ചിരിക്കുന്നത്? ബോൾ ലൈൻ ടച്ച് ചെയ്യാണ്, സി ട്രെൻഡ് ആണ്. സോ നമ്മളുടെ സ്ട്രൈക്കിന്റെ അപ്പൊ നമ്മൾ സി എടുക്കണം എന്നാണ് നമ്മുടെ മനസ്സ് വരുന്നത് അല്ലെ. ഇൻഡെക്സിന്റെ ഗ്രാഫ് കാണുമ്പോൾ നമുക്ക് സി ട്രെൻഡ് ആണ്. അപ്പൊ സിയുടെ വീക്കെൻഡിന്റെ സ്ട്രൈക്ക് കൂടെ നിങ്ങൾ എടുത്ത് നോക്കുക, സ്ട്രൈക്കിന്റെ ഗ്രാഫ് കൂടെ എടുത്ത് നോക്കുക. സിയുടെ വീക്കെൻഡ് സി ട്രേഡ് അല്ലേ നിങ്ങൾ എൻ്റർ ചെയ്യാൻ പോകുന്നത്. അപ്പൊ സിയുടെ തന്നെ ഗ്രാഫ് എടുത്ത് നോക്കൂ. സിയുടെ ഗ്രാഫ് എടുക്കുമ്പോൾ അതും ബോൾ ലൈൻ ടച്ച് ചെയ്യുന്നുണ്ട് ഫസ്റ്റ് 15 മിനിറ്റ്സിൽ. സോ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഉറപ്പിക്കാം. ഓക്കെ, ഇത് സി ട്രെൻഡ് ആണെന്ന് ഉറപ്പിക്കാം. കാരണം ഇൻഡെക്സുകളുടെ ഗ്രാഫും ബോൾ ലൈൻ ടച്ച് ചെയ്തു, നമ്മളുടെ സ്ട്രൈക്കിന്റെ ഗ്രാഫും ബോൾ ലൈൻ ടച്ച് ചെയ്തു എങ്കിൽ നമുക്കത് ഉറപ്പിക്കാം, അത് സി ട്രെൻഡ് ആണ്. അപ്പൊ അതിന്റെ സി പൊസിഷൻ എന്ന് പറയുന്നത് നമ്മൾ ഒരു ട്രേഡിലേക്ക് എൻ്റർ ചെയ്യണമെങ്കിൽ നമ്മുടെ ഈ ഒരു ഓപ്ഷൻ, നമ്മളുടെ ബോൾ ലൈൻ സ്ട്രാറ്റജി പ്രകാരം ഒരുപാട് സ്ട്രാറ്റജീസ് നമുക്ക് അവൈലബിൾ ആണ് കേട്ടോ. നിങ്ങൾ ശ്രദ്ധിക്കാം. നമ്മളുടെ ഇവിടെ തന്നെ നമ്മളുടെ ഈ ഒരു പ്ലാറ്റ്ഫോം അപ്സ്റ്റോക്സ് ആണ് ഇതിൽ ഞാൻ എടുത്തിരിക്കുന്നത്. അപ്സ്റ്റോക്സിന്റെ ഈ പ്ലാറ്റ്ഫോമിൽ നമുക്ക് ഇത് സ്റ്റഡീസ് ഒരുപാട് സ്ട്രാറ്റജി, ഇതെല്ലാം സ്ട്രാറ്റജീസ് ആണ് കേട്ടോ. ഒരുപാട് സ്ട്രാറ്റജീസ് അവൈലബിൾ ആണ്. ഇതിനൊക്കെ കോമൺ ആയിട്ട് നമ്മൾ പിവറ്റ് പോയിന്റ്സ് ഉപയോഗിക്കാറുണ്ട്, മൂവിങ് ആവറേജ്, അങ്ങനെയുള്ള മെയിൻ ആയിട്ട് ഉപയോഗിക്കുന്ന കുറച്ച് സ്ട്രാറ്റജീസ് ഉണ്ട്. അല്ലാണ്ട് തന്നെ ഒരുപാട് അധികം സ്ട്രാറ്റജീസ് അവിടെ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. പക്ഷെ ഒരു വിജയിച്ചിരിക്കുന്ന ഒരു ട്രേഡർ ഈ സ്ട്രാറ്റജീസ് നോക്കാറുണ്ട്, നോക്കില്ല എന്നല്ല, നോക്കുന്നതിനൊപ്പം തന്നെ അയാൾക്ക് സ്വന്തമായ ഒരു സ്ട്രാറ്റജി ഉണ്ടാകും. സോ ഇതുപോലെ തന്നെ ഞാൻ ഡെവലപ്പ് ചെയ്ത എൻ്റെ ഒരു സ്ട്രാറ്റജിയാണ് ബോൾ ലൈൻ സ്ട്രാറ്റജി എന്ന് പറയുന്നത്. വളരെ അക്യുറസി ഞാൻ ഒരു സ്ട്രാറ്റജിയിലും കാണാത്ത അക്യുറസി എനിക്ക് ബോൾ ലൈൻ സ്ട്രാറ്റജിയിൽ ഞാൻ കാണുന്നുണ്ട്. എല്ലാവർക്കും എല്ലാ സ്ട്രാറ്റജീസും ആപ്റ്റ് ഇല്ല. നിങ്ങൾക്ക് ആ സ്ട്രാറ്റജി ആപ്റ്റ് ആണോ ഇല്ലയോ എന്നുള്ളത് നിങ്ങൾ തന്നെ ചെക്ക് ചെയ്യണം. കുറച്ച് ദിവസങ്ങൾ ആ സ്ട്രാറ്റജിയിൽ വെച്ചിട്ട് ട്രേഡ് ചെയ്ത് നോക്കുക. അത് നിങ്ങൾക്ക് പേപ്പർ ട്രേഡിങ് ചെയ്യാം. ആദ്യമേ തന്നെ ചാടി കയറി ക്യാഷ് പോയി കഴിഞ്ഞാൽ നമ്മുടെ സൈക്കോളജി കൂടെ ബാധിക്കും. അപ്പോൾ നമ്മുടെ സ്റ്റഡീസിനെ ബാധിക്കും. സോ അതിന് നമ്മൾ എന്ത് ചെയ്യുക, ലിമിറ്റ് കൊടുത്തുകൊണ്ട് ഒന്നെങ്കിൽ പേപ്പർ ട്രേഡിങ്, അല്ലെങ്കിൽ ഒരു ദിവസം ഒരു 100 രൂപയിട്ട് നമുക്ക് നെറ്റ് ട്രേഡിങ്ങിനെ ഒന്ന് അനലൈസ് ചെയ്യാം. 100 രൂപയിട്ടൊക്കെ ട്രേഡ് ചെയ്യുമ്പോൾ ഒന്നെങ്കിൽ ആദ്യത്തെ 15 മിനിറ്റ്സിലോ അല്ലെങ്കിൽ അവസാനത്തെ 45 മിനിറ്റ്സിലോ ആയിരിക്കണം ട്രേഡ് ചെയ്യേണ്ട. അതിൻ്റെ ഇടയ്ക്കൊക്കെ കയറി ട്രേഡ് ചെയ്യാതിരിക്കാനായിട്ട് ശ്രമിക്കുക. അല്ലെങ്കിൽ ശരിക്കും പ്രീമിയം ഡീക്ക് സംഭവിക്കുന്ന ഒരു ട്രേഡാണ് ഈ 100 രൂപയുടെ ഒക്കെ ട്രേഡ് എന്നൊക്കെ പറയുന്നത്. പഠിക്കാൻ വേണ്ടി യൂസ് ചെയ്യാനാണ് ഞാൻ പറഞ്ഞത് കേട്ടോ. സോ അപ്പോൾ ഇത് കൺഫേം ആണ്. അപ്പോൾ നമ്മളൊരു ട്രേഡിലേക്ക് എൻ്റർ ചെയ്യണമെങ്കിൽ, സി ട്രേഡിലേക്ക് നിങ്ങൾ എൻ്റർ ചെയ്യണമെങ്കിൽ, സി അല്ല പി ആണെങ്കിൽ പോലും ഒരു ട്രേഡിലേക്ക് എൻ്റർ ചെയ്യണമെങ്കിൽ ബോൾ ലൈൻ സ്ട്രാറ്റജി പ്രകാരം അതിൻ്റെ സ്ട്രൈക്ക് അപ്പോൾ ഉണ്ടാകേണ്ടത് അതിൻ്റെ ഈ ഒരു ബോൾ ലൈനിലായിരിക്കണം, ഒന്നെങ്കിൽ ഈ ഒരു പൊസിഷനിലായിരിക്കണം. ഓക്കെ, ഒരു സി ട്രേഡിലേക്ക് നിങ്ങൾ എൻ്റർ ചെയ്യണമെങ്കിൽ അതിൻ്റെ വീക്ക് എൻഡ് ഗ്രാഫ് എടുക്കുക. വീക്ക് എൻഡ് ഗ്രാഫ് ഒന്നെങ്കിൽ ഇവിടെ ആയിരിക്കണം അല്ലെങ്കിൽ ഇവിടെ ആയിരിക്കണം ആ ഗ്രാഫ് നിൽക്കേണ്ടത്. മനസ്സിലാവുന്നുണ്ടോ? ശ്രദ്ധിച്ച് കേൾക്കുക. നിങ്ങൾ ഒരു സി ട്രേഡിലേക്ക് എൻ്റർ ചെയ്യാൻ പോകുന്നെങ്കിൽ നിങ്ങൾ സിയുടെ ഗ്രാഫ് എടുക്കണം, സിയുടെ വീക്കെൻഡ് ഗ്രാഫ് എടുക്കണം. വീക്കെൻഡ് ഗ്രാഫ് എടുത്തതിന് ശേഷം നോക്കുക, ഒന്നെങ്കിൽ അതിൻ്റെ പൊസിഷൻ ഇവിടെ ആയിരിക്കണം അല്ലെങ്കിൽ ഇവിടെ ആയിരിക്കണം ആ ഒരു നമ്മുടെ ക്യാൻഡിൽ നിൽക്കേണ്ടത്. ഇനി നിങ്ങൾ പി ട്രേഡിലേക്കാണ് എൻ്റർ ചെയ്യുന്നതെങ്കിലും ഇത് തന്നെയാണ്. പിയുടെ ഗ്രാഫ് ഒന്നെങ്കിൽ ഇവിടെ ടച്ച് ചെയ്ത് നിൽക്കണം അല്ലെങ്കിൽ അത് ഇവിടെ ടച്ച് ചെയ്ത് നിൽക്കണം, പിയുടെ ഗ്രാഫ് എടുക്കണമെങ്കിൽ പോലും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ആ ട്രേഡിലേക്ക് എൻ്റർ ചെയ്യാനുള്ള ഓപ്ഷനാണ് അവിടെ കാണുന്നത്. ഓക്കെ, ഇനി അതിനൊരു മാക്സിമം പോയിന്റ് ഉണ്ട്. നിങ്ങൾ ഇവിടെയാണ് ആ ഒരു സ്ട്രൈക്ക് നിന്നതെന്ന് വിചാരിക്കുക. ഇവിടെ വെച്ച് നിങ്ങളൊരു സി ട്രെൻഡിലേക്ക് എൻ്റർ ചെയ്യുന്നുവെങ്കിൽ ആ സി ട്രെൻഡിൽ കയറി ഇവിടെ വരുമ്പോൾ റിജക്ട് ചെയ്യാനുള്ള സാധ്യതയുണ്ട്, വീണ്ടും താഴ്ത്തിക്കുക. അപ്പോൾ ഇവിടെ വരുമ്പോൾ നിങ്ങൾ അതിൻ്റെ സിയെ കട്ട് ചെയ്യണം. അത് മാക്സിമം പോയിന്റ് ആണ് ഞാൻ പറയുന്നത്. നിങ്ങൾ അതിന്റെ പെർസെൻറ്റേജ് ഇട്ട് നിങ്ങൾ എക്സിറ്റ് ചെയ്തേക്കുക. 10%, 20%, നിങ്ങളുടെ റിട്ടേൺ എന്താണോ അതെടുത്ത് നിങ്ങൾ ലിമിറ്റ് ഓർഡർ കൊടുത്തിട്ടതിന് ശേഷം അതിൽ നിന്ന് എക്സിറ്റ് ചെയ്തേക്കുക. അതാണ് ബെറ്റർ. ഞാൻ പറയുന്നത് അത് നിങ്ങൾ എക്സിറ്റ് ചെയ്യാതിരുന്നാൽ അതിൻ്റെ ഒരു അടുത്ത ലെവൽ എന്ന് പറയുന്നത് ഇവിടേക്ക് വരുമ്പോൾ റിജക്ഷൻ ഉണ്ടെങ്കിലും തിരിച്ച് കയറി ഇവിടെ വരുമ്പോൾ ബോൾ ലൈനിൽ വരുമ്പോൾ മെയിനായിട്ട് ഇത് റിജക്ട് ചെയ്യും, തിരിച്ച് താഴത്തേക്ക് റിജക്ഷൻ സംഭവിക്കാം. ഇനി ഇവിടെയാണ് സ്റ്റാർട്ടിംഗ് പോയിന്റ് എങ്കിൽ ഇവിടെ വെച്ച് നിങ്ങൾ എടുത്ത ട്രേഡ് തിരിച്ചിതാ ഇവിടെ എത്തുമ്പോഴും അതുപോലെ ഇവിടെ എത്തുമ്പോഴും ഒക്കെ റിജക്ട് ചെയ്യാം. അങ്ങനെ ഇവിടെ എത്തുമ്പോൾ ചെറിയ റിജക്ഷൻ ഉണ്ട്, പക്ഷേ തിരിച്ചത് മാക്സിമം പോയിന്റ് എന്ന് പറയുന്നത് ഇവിടെയാണ്. ഇവിടെ വെച്ചിട്ട് അത് റിജക്ട് ചെയ്യും. അപ്പോൾ ഒരു സ്ട്രൈക്കിന്റെ മാക്സിമം ലെവലും ലോവർ ലെവലും ആണ് ഈ തരുന്നത്. ഈ മാക്സിമം ഇവിടം വരെ ഇത് പോവുള്ളൂ, ക്രോസ് ചെയ്ത് മാക്സിമം ഇവിടം വരെ പോകത്തുള്ളൂ, ഇത് താഴേക്ക് വന്നാൽ മാക്സിമം ഇവിടം വരെ വരത്തുള്ളൂ. അപ്പോൾ ഒരു ട്രേഡിലേക്ക് എൻ്റർ ചെയ്യുമ്പോൾ മാക്സിമം ഇവിടെയാണ് നിൽക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് എൻ്റർ ചെയ്യാം, കാരണം മാക്സിമം ഇറങ്ങി വന്നതാണത്, അത്രതേ അത് വരത്തുള്ളൂ എന്നുള്ളതാണ്. ദെൻ മാക്സിമം കയറിയാൽ ഇവിടം വരെ കയറത്തുള്ളൂ. പിന്നീട് ഒരു സി ട്രേഡിനെ പറ്റി നിങ്ങൾ ചിന്തിക്കരുത് എന്നുള്ളതാണ്. നിങ്ങൾ ബാങ്ക് നിഫ്റ്റിയിൽ സി ആണ് എടുക്കുന്നതെങ്കിൽ അതിന്റെ വീക്കെൻഡ് സി പൊസിഷൻ നോക്കുക, അത് അവിടെയാണ് നിൽക്കുന്നതെങ്കിൽ വീണ്ടും നിങ്ങൾ സി പൊസിഷനെ പറ്റി ചിന്തിക്കേണ്ട. അത് ഒരു 99% മുകളിലേക്ക് പോകാനുള്ള ചാൻസ് ഇല്ല. ഓക്കെ, അപ്പൊ നിങ്ങൾ ഈ വീക്കെൻഡ് സിയുടെ ഗ്രാഫ് മാത്രം നോക്കിയാൽ പോരാ, മന്ത് എൻഡ് സിയുടെ ഗ്രാഫും കൂടി നോക്കേണ്ടി വരും. ഓക്കെ, വീക്കെൻഡ് സി ഞാൻ പറഞ്ഞു നിങ്ങളുടെ ഗ്രാഫ് ഇവിടെയാണ് നിൽക്കുന്നതെങ്കിൽ, ക്യാൻഡിൽ ഇവിടെയാണ് നിൽക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ആ ട്രേഡിലേക്ക് എൻ്റർ ചെയ്യാം. ഇവിടെയാണ് നിൽക്കുന്നതെങ്കിലും നിങ്ങൾക്ക് ആ ട്രേഡിലേക്ക് എൻ്റർ ചെയ്യാം.
ഓക്കെ. പക്ഷേ ഇതുപോലെ തന്നെയായിരിക്കും മന്ത് എൻഡ് ഗ്രാഫ്. ഇപ്പോൾ നിങ്ങൾ മന്ത് എൻഡ് ഗ്രാഫ് എടുക്കുക, ബാങ്ക് നിഫ്റ്റിയുടെ ബാങ്ക് നിഫ്റ്റിയുടെ ഓപ്ഷനിൽ നമ്മൾ ഈ ഒരു വീക്കെൻഡ് ഗ്രാഫാണ് എടുത്തത്. അതായത് 14 ഓഗസ്റ്റ് 7-ാം തീയതിയിലുള്ള ഗ്രാഫാണ് എടുത്തത്. മന്ത് എൻഡ് ഗ്രാഫ് ഇവിടെ നോക്കിക്കോളാം. ഇതിപ്പോൾ ഇങ്ങനെ ലിക്വിഡിറ്റി ഉണ്ടോ നോക്കട്ടെ. 51,300 തന്നെ ഗ്രാഫിലേക്ക് വരാം. ഓക്കെ, കുഴപ്പമില്ല, ലിക്വിഡിറ്റി ഉണ്ട്, വർക്കിംഗ് ആണ്. ഈ മന്ത് എൻഡ് ഗ്രാഫിലും ഇതുപോലെ മന്ത് എൻഡിന്റെ സി പൊസിഷനും ഞാൻ തരും. ഇതുപോലെ താഴത്തേക്കും 3 ലൈൻസ്, മുകളിലേക്കും 3 ലൈൻസ് ആയിരിക്കും ഉണ്ടാകുക ഇവിടെ. ഓക്കെ, അപ്പോൾ വീക്കെൻഡ് ഗ്രാഫ് നമ്മൾ പറഞ്ഞു, ഒന്നെങ്കിൽ ട്രേഡിലേക്ക് എൻ്റർ ചെയ്യുമ്പോൾ അതൊന്നെങ്കിൽ ബോർഡ് ലൈനിൽ നിൽക്കണം, അല്ലെങ്കിൽ ഇവിടെ നിൽക്കണമെന്ന് പറഞ്ഞു. മന്ത് എൻഡിലും അങ്ങനെയൊക്കെ തന്നെയാണ്, ഒന്നെങ്കിൽ ബോർഡ് ലൈനിൽ നിൽക്കുക, അല്ലെങ്കിൽ ഇവിടെ നിൽക്കാം, അല്ലെങ്കിൽ ഇവിടെയും നിൽക്കാം. ഓക്കെ, മന്ത് എൻഡിലാണ് ഇവിടെ ഒരു പൊസിഷൻ ഉള്ളത്. വീക്കെൻഡ് ഗ്രാഫ് ആണെങ്കിൽ അത് ഇവിടെ നിൽക്കണം. പക്ഷെ മന്ത് എൻഡിന്റെ സി ഗ്രാഫാണ് നിങ്ങൾ നോക്കുന്നതെങ്കിൽ അതിന്റെ എൻട്രി പോയിന്റ്സ് എന്ന് പറയുന്നെങ്കിൽ ഒന്നെങ്കിൽ ഇവിടെ വെച്ച് എൻ്റർ ചെയ്യാം, അല്ലെങ്കിൽ ഇവിടെ വെച്ച് എൻ്റർ ചെയ്യാം എന്നുള്ളതാണ്. നിങ്ങൾ വീക്കെൻഡിന്റെ ഗ്രാഫ് നോക്കിയപ്പോൾ വീക്കെൻഡ് ഗ്രാഫ് ചിലപ്പോൾ ഇവിടെ ആയിരിക്കും നിൽക്കുന്നത്, പക്ഷെ മന്ത് എൻഡ് ഗ്രാഫ് ഇവിടെ ആയിരിക്കും നിൽക്കുന്നത്. ഓക്കെ, അത് കറക്റ്റ് പൊസിഷൻ ആണ്. അതായത് വീക്കെൻഡിന്റെ ഒരു സി ട്രേഡിലേക്ക് നിങ്ങൾ എൻ്റർ ചെയ്യാൻ ശ്രമിക്കുന്നത്. ഇങ്ങനെയാണ് പഠിക്കേണ്ടത്. നിങ്ങൾ ഒരു സി ട്രേഡാണ് പൊസിഷൻ കണ്ടുപിടിച്ചത്. ആ സി ട്രേഡിലേക്ക് എൻ്റർ ചെയ്യണം എന്ന് നിങ്ങൾ മനസ്സിലാക്കുന്നത് എപ്പോഴായിരിക്കണം? അതിന്റെ വീക്കെൻഡ് സി ഗ്രാഫ് ഇവിടെ നിൽക്കണമെന്നെങ്കിൽ, അല്ലെങ്കിൽ ഇവിടെ നിൽക്കണം. അപ്പോൾ വീക്കെൻഡ് സി ഗ്രാഫ് മാത്രം നോക്കിയാൽ പോരാ, മന്ത് എൻഡ് സി ഗ്രാഫ് നോക്കുക. മന്ത് എൻഡിന്റെ സി ഗ്രാഫ് ഒന്നെങ്കിൽ ഇവിടെ ആയിരിക്കണം, അല്ലെങ്കിൽ ഇവിടെ ആയിരിക്കണം, അതും അല്ലെങ്കിൽ ഇവിടെയും ആകാം. ഈ 3 പൊസിഷനിലാണെങ്കിലാണ് ട്രേഡിലേക്ക് എൻ്റർ ചെയ്യേണ്ടത്. അല്ലാണ്ട് മന്ത് എൻഡിന്റെ ഇപ്പോൾ ഒരു സ്ട്രൈക്ക് ലെവൽ സ്ട്രൈക്ക് അല്ല, നമ്മുടെ ക്യാൻഡില് ഇവിടെയാണ് നിൽക്കുന്നത് നിങ്ങൾ എൻ്റർ ചെയ്യാൻ നോക്കിയപ്പോൾ. സോ അത് അപ് ടു ഡേറ്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് അല്ല, അല്ലെങ്കിൽ ഇവിടെയാണ് നിൽക്കുന്നത്. സോ ഇതൊന്നും ഒരു പോയിന്റ് അല്ല. ഇവിടെയാണ് നിൽക്കുന്നെങ്കിലും പോയിന്റ് അല്ല, ഇവിടെയാണ് നിൽക്കുന്നെങ്കിലും പോയിന്റ് അല്ല. ഒരു ട്രേഡിലേക്ക് എൻ്റർ ചെയ്യണമെങ്കിൽ ഈ 3 ലൈൻസിലായിരിക്കണം, അല്ലെങ്കിൽ ബിറ്റ്വീൻ ഇതാവാം കേട്ടോ. അതായത് ഇതിന്റെ ബിറ്റ്വീൻ ആവാം, ഒന്നെങ്കിൽ ഈ ലൈൻ. അതായത് മന്ത് എൻഡ് ആണെങ്കിൽ മന്ത് എൻഡിന്റെ ഗ്രാഫ് സി ഗ്രാഫ് ഇവിടെ നിൽക്കുകയോ, ഇവിടെ നിൽക്കുകയോ, ഇവിടെ നിൽക്കുകയോ, അല്ലെങ്കിൽ ഇതിന്റെ ഇടയിൽ നിൽക്കുകയോ ചെയ്താൽ, ഇതിന്റെ ഇടയിലല്ല, ഈ 2 ഡോട്ട് ലൈൻസിന്റെ ഇടയിൽ നിൽക്കുകയോ ചെയ്താൽ അത് സി പൊസിഷൻ എൻ്റർ ചെയ്യുക. സി ആണെങ്കിലും പി ആണെങ്കിലും അങ്ങനെ തന്നെയാണ്. എൻട്രി എന്ന് പറയുന്നത് ഒന്നെങ്കിൽ ഇവിടെ എൻട്രി ഉണ്ട്, ഇവിടെ എൻട്രി ഉണ്ട്, ഇവിടെ എൻട്രി ഉണ്ട്, അല്ലെങ്കിൽ ഇതിന്റെ ഇടയിൽ എൻട്രി ഉണ്ട് എന്നുള്ളതാണ് മന്ത് എൻഡിന്റെ ഗ്രാഫ്. വീക്കെൻഡിന്റെ ഗ്രാഫിൽ ആകെ 2 എൻട്രി പോയിന്റ്സേ ഉള്ളൂ. ഒന്നെങ്കിൽ ഇവിടെ ആയിരിക്കണം വീക്കെൻഡിന്റെ ഗ്രാഫ്, ഇവിടെ ആയിരിക്കണം, അല്ലെങ്കിൽ ഇവിടെ ആയിരിക്കണം. ഇത് രണ്ടും എൻട്രി പോയിന്റ്സ് ആണ്. അപ്പോൾ വീക്കെൻഡ് ഗ്രാഫ് അവിടെ നിൽക്കുകയും മന്ത് എൻഡ് ഗ്രാഫ് ഇവിടെ നിൽക്കുകയും ചെയ്യുകയാണെങ്കിൽ ഓക്കെ, നിങ്ങൾക്ക് അത് എൻട്രി പോയിന്റ് ആണ്. മന്ത് എൻഡിന് എപ്പോഴും ഈ ഒരു ഇത് എൻട്രി പോയിന്റ് ആണ്. ഈ ആദ്യത്തെ ഇടയിലുള്ള ഈ ലൈൻസ് എൻട്രി പോയിന്റ്. അതുപോലെ തന്നെ മന്ത് എൻഡിന്റെ ഗ്രാഫ് ഈ ഒരു ലൈൻസിലേക്ക് വരുമ്പോൾ റിജക്ട് ചെയ്യും എന്നുള്ളതാണ്. ഇവിടം വരെ പോകണമെന്നില്ല മന്ത് എൻഡ്, പക്ഷെ വീക്കെൻഡിന്റെ ഗ്രാഫ് ഇവിടം വരെയൊക്കെ പോകും. മന്ത് എൻഡിൽ നിങ്ങളൊരു സി ട്രേഡിലേക്ക് എൻ്റർ ചെയ്യാൻ പോവുകയാണ്. പക്ഷേ അത് ഇവിടെയാണ് നിൽക്കുന്നതെങ്കിൽ മന്ത് എൻഡിന്റെ ഗ്രാഫ് നോക്കിയപ്പോൾ അത് ഇവിടെയാണ് നിൽക്കുന്നെങ്കിൽ ഒരിക്കലും നിങ്ങൾ എൻ്റർ ചെയ്യില്ല, അവിടെയൊക്കെ റിജക്ഷൻ ഏരിയ ആണ്. അതുപോലെ ഇവിടെയാണ് നിൽക്കുന്നെങ്കിൽ എൻ്റർ ചെയ്യില്ല, റിജക്ഷൻ ഏരിയ ആണ്. എവിടെ നിൽക്കുമ്പോൾ എൻ്റർ ചെയ്യാം? ഇവിടെ നിൽക്കുമ്പോൾ, അല്ലെങ്കിൽ ഇവിടെ നിൽക്കുമ്പോൾ, അല്ലെങ്കിൽ ഇവിടെ നിൽക്കുമ്പോൾ, അല്ലെങ്കിൽ ഇതിന്റെ ഇടയിൽ നിൽക്കുമ്പോൾ. ഇത് മാത്രമേ ഒരു 4 എൻട്രി പോയിന്റ്സ് ആണ് മന്ത് എൻഡ് ഗ്രാഫ് നോക്കിയാൽ നമുക്ക് കിട്ടുന്നത്. വീക്കെൻഡ് ഗ്രാഫ് നോക്കിയാൽ 2 എൻട്രി പോയിന്റ്സേ ഉള്ളൂ, ഇവിടെ അല്ലെങ്കിൽ ഇവിടെ. ഇവിടെയൊക്കെ വെച്ച് ചില സമയങ്ങളിൽ എൻട്രി വരാറുണ്ട്. അതപ്പോൾ മന്ത് എൻഡ് ഗ്രാഫ് ഈ പറഞ്ഞ പോലെ ഇവിടെയോ ഇവിടെയൊക്കെ ആയിരിക്കും. നോക്കിയിട്ട് വേണം എടുക്കാനായിട്ട്. ഓക്കെ, ഇതാണ് നമ്മളുടെ സ്ട്രൈക്ക് ലെവൽസ് വെച്ചിട്ടുള്ള എൻട്രി പോയിന്റ്സ്. ഓക്കെ, ഞാൻ കഴിഞ്ഞ ദിവസം തന്ന സ്ട്രൈക്ക് ലെവല് കാണിച്ചു തരാം. കഴിഞ്ഞ ക്ലാസ്സിൽ, കഴിഞ്ഞ ഫ്രൈഡേ ഞാൻ കൊടുത്ത നമ്മുടെ ലെവൽസിലേക്ക് വരാം. ബാങ്ക് നിഫ്റ്റി എടുക്കാം. ബാങ്ക് നിഫ്റ്റിയുടെ സ്ട്രൈക്ക് ലെവൽ കൊടുത്തിരുന്നത് 51,500 ആണ്. അപ്പോൾ 51,500
ബാങ്ക് നിഫ്റ്റിയുടെ പൊസിഷനിലേക്ക് നമുക്ക് വരാം.